നമ്മൾ കുട്ടികളോടൊക്കെ പറയേണ്ട രീതി അതാണ്. മോനെ, ഇങ്ങനെ ചെയ്താൽ അള്ളാഹുക്കും റസൂലിനും ഇഷ്ടമാണ്. വലത് കൈകൊണ്ട് നീ ചായ കുടിക്കുമ്പോ, വലത് കൈകൊണ്ട് നീ എഴുതുമ്പോ, ലെഫ്റ്റ് ഹാൻഡഡ് ആയ മക്കളുണ്ടാവും, അവർക്ക് പറ്റിക്കോളുന്നില്ല, അതിന് കുഴപ്പം, അവർ ഇടത്തെ കൈ കൊണ്ട് എഴുതിക്കോട്ടെ, പറ്റാത്തത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റുമെങ്കിൽ വലത് കൈ കൊണ്ട് എഴുതിപ്പിക്കണം. എന്നിട്ട് പറയണം, ഇത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ് മോനെ. നമ്മൾ അങ്ങനെ പറഞ്ഞു നോക്കി, ആ കുട്ടിന്റെ ജീവിതത്തിൽ മാറ്റം വരും. മോനെ, നിസ്കരിക്കണ്ടേ, സമയമായല്ലോ, നേരത്തെ നിസ്കരിക്കണതേ, ജമാഅത്തിന് കൂടുന്നതേ അള്ളാഹു റസൂലിനും ഭയങ്കര ഇഷ്ടമാ മോനെ. അള്ളാഹിന്റെ റസൂൽ ഇഷ്ടപ്പെടും, അള്ളാഹു ഇഷ്ടപ്പെടും. ഈ മഹബത്തിന്റെ ശൈലിയാണ് പുണ്യനബി തങ്ങൾ സ്വീകരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പെൺകുട്ടികള് സ്കൂളിൽ 3-ലോ 4-ലോ ഒക്കെ പോവാണ്, മോളെ തലക്കൊന്ന് മറച്ച അന്തസ്സില് ആ ഒരു മഫ്തക്കെട്ട് നീ എന്റെ ഷാളൊക്കെ ചുറ്റിയിട്ടൊന്ന് പോയി നോക്കിയേ, അള്ളാഹിന്റെ റസൂലിന് എന്ത് ഇഷ്ടായിട്ടുണ്ടാവും എന്ന് പറയണം. ഇല്ലെങ്കിൽ വാപ്പ ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ, നല്ല ചുട്ടടി കിട്ടും. ഇതല്ല പറയേണ്ടത്. അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. ഈ മനസ്സിനോടുള്ള സംവേദനം പുണ്യനിബിതങ്ങളുടെയും ഖുർആനിന്റെയും ആശയങ്ങളിൽ കാണാൻ കഴിയും. ഹൃദയത്തോടാണ് ഖുർആൻ സംവദിക്കുക. ആ ഒരു വിഷയം നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ചെയ്യണമെന്നില്ല. ബോധ്യം അഖലിലാണ്, ഇഷ്ടം നിങ്ങളുടെ ഖൽബിലാണ്. ഖൽബിൽ നിങ്ങൾക്ക് ബോധിക്കുന്നത് നിങ്ങളുടെ ശരീരം അതിനനുസരിക്കാൻ റെഡിയാണ്.